ഹലോ കൂട്ടുകാരെ, ചിൽഡ്രൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കിന്ന് അത്യാഗ്രഹിയായ ഒരു സിംഹത്തിൻ്റെ കഥ കേൾക്കാം. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം വസിച്ചിരുന്നു. അത്യാഗ്രഹിയായ ആ സിംഹം ദിവസവും തൻ്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നു അവിടെ കഴിഞ്ഞു പോന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹം പതിവ് പോലെ ഉച്ചയുറക്കവും കഴിഞ്ഞ് രാത്രിയിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തേടി ഇറങ്ങി. അപ്പോഴാണ് മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുയലിനെ സിംഹം കണ്ടത്. മുയലിനെ കണ്ടതും സിംഹത്തിന് വളരെയധികം സന്തോഷമായി. അവൻ പറഞ്ഞു, ആഹാ, കൊള്ളാമല്ലോ, നല്ല മുയൽ. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം മുയൽ തന്നെ ആയിക്കോട്ടെ. ഇനി ആഹാരം തേടി അലയുകയും വേണ്ട. അങ്ങനെ സിംഹം ഉറങ്ങിക്കിടക്കുന്ന മുയലിൻ്റെ അടുത്തേക്ക് പമ്മി പോകാൻ തുടങ്ങി. അപ്പോഴാണ് സിംഹം മറ്റൊരു കാഴ്ച കണ്ടത്. കുറച്ച് അകലെയായി അതാ തടിച്ചു കൊഴുത്ത ഒരു മാൻ. മാനിനെ കണ്ടതും സിംഹത്തിൻ്റെ വായിൽ വെള്ളമൂറി. അവൻ പറഞ്ഞു, ഒരു നിസാരനായ മുയലിനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് രാത്രിയിൽ ഈ തടിച്ചു കൊഴുത്ത മാനിനെ തന്നെ കഴിക്കുന്നതാണ്. സിംഹം മാനിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. സിംഹത്തിനെ കണ്ടതും മാൻ അതിവേഗം ഓടി. സിംഹമുണ്ടോ പിന്മാറുന്നു. അവൻ മാനിൻ്റെ പിന്നാലെ പാഞ്ഞു. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി മാൻ ഉൾക്കാട്ടിലേക്ക് ഓടി ഒളിച്ചു. ഇനി മാനിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിംഹം നിരാശയോടെ തിരിച്ചു നടന്നു. അപ്പോഴും മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സിംഹത്തിന്. എന്നാൽ മുയൽ ഉറങ്ങിക്കിടന്ന മരച്ചുവട്ടിൽ വന്ന് നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. മുയലിനെ അവിടെ എങ്ങും കണ്ടില്ല. മുയൽ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല, അപ്പോഴേക്കും സമയവും ഏറെ വൈകി. അതു കണ്ട സിംഹം പറഞ്ഞു, മുയലിനെ എനിക്ക് അനായാസം ആഹാരമാക്കാമായിരുന്നു. എന്നാൽ മാനിനെ കണ്ടപ്പോൾ ഞാൻ അത്യാഗ്രഹിയായി തീർന്നു. ഇപ്പോൾ കയ്യിൽ കിട്ടിയ മുയലുമില്ല, മാനുമില്ല. അങ്ങനെ കയ്യിൽ കിട്ടിയ മുയലിനെ കളഞ്ഞിട്ട് മാനിൻ്റെ പുറകെ പോയ സിംഹത്തിന് രാത്രിയിൽ പട്ടിണി കിടക്കേണ്ടി വന്നു.